ക്ലേ എടുത്തിട്ടുണ്ട്. അതൊന്ന് പരത്തി എന്നിട്ട് അതിൽ ഒരു പൂച്ചയുടെ ആകൃതിയിൽ വെട്ടിയെടുക്കുകയാണ്. അത് എല്ലാ വശവും ഒന്ന് വെട്ടി മാറ്റുവാണ്. അതുപോലെ തന്നെ കുറച്ചെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് എല്ലാ സൈഡും ഒരേപോലെ മാറ്റിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും കൂടി ഉണ്ടാക്കാൻ പോവുകയാണേ. ഇങ്ങനത്തെ ഒരു 4 എണ്ണം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊരു റൗണ്ടാണ്. അതുപോലത്തെ കുറച്ച് റൗണ്ടുകളും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരു ദിവസം ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഉണങ്ങിയതിന് ശേഷമേ നമുക്കിത് കളർ ചെയ്യാനും പറ്റുള്ളൂ. അത് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നൂലാണ്. ഇത് ടോയ് നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉണങ്ങി എടുത്തിരുന്ന ആ ക്ലേയിലേക്ക് ഈ ടോയ് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടിയെടുത്തതാണ് ഇത്. ഇനി ഇതിന് നമുക്ക് കളർ കൊടുക്കാം. ഞാനിപ്പോൾ റോസ് കളറാണ് എടുത്തിരിക്കുന്നത്. റോസ് കളർ വെച്ചിട്ട് അത് മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ളതും കൂടി ഞാൻ റോസ് കളർ കൊടുത്ത് ഫില്ല് ചെയ്യുവാണേ. ആ ക്യാരറ്റിൻ്റെ ഷേപ്പിലുള്ളതിന് ഒരു ബെൽറ്റ് പോലെ കൊടുക്കുവാണേ. അങ്ങനത്തെ 4 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. ഇതിലാണ് നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഔട്ട്ഡോറിലേക്ക് പോവാം കേട്ടോ. അതൊന്ന് ഹാങ് ചെയ്ത് വെച്ചു. അതിൽ ഓരോന്നായിട്ട് കെട്ടി കൊടുക്കുവാണ്. അത് മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അത് മുഴുവൻ ആ റൗണ്ടിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാങ്ങിങ് പോലെ ആയത്. ഇത് ഞാൻ ഇൻഡോറിലേക്കൊന്ന് മാറ്റിയേ. ഇനി എൻ്റെ കയ്യിലൊരു ചെറിയ വീട് ഇരിപ്പുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് കളർ ചെയ്യണം. അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു. കളർ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ഹാങ്ങിങ് ഇങ്ങനെയാണ് വരുന്നത്. ആ വീടും കൂടി ആകുമ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.